ഹായ് ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോനാസ് വ്ലോഗ്. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമില്ല. നിങ്ങൾ സ്വന്തം സോന. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വ്ളോഗായിട്ടാണ്. അപ്പം കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മളെപ്പോഴും ഇപ്പോൾ ഷോർട്ട് വീഡിയോസാണ് ഇടുന്നത്. അപ്പം ഇന്ന് നമ്മളുടെ പുതുവായി ബീച്ചിലൊരു വ്ളോഗാണ്. ഇപ്പം നാളെ ഫോർട്ട് കൊച്ചിയിലെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ പരിപാടികളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കണത്. പക്ഷേ 2-ാം തീയതി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു റാലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും നമ്മൾ ഫോർട്ട് കൊച്ചി പോയ വീഡിയോ നാളെ 1-ാം തീയതി നമുക്ക് 3 മണിക്ക് അപ്ലോഡ് ആവും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ പുതുവായി ഇപ്പോൾ ബീച്ചിൽ പോയിട്ട് ചെറിയൊരു വീഡിയോ ആണ്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ നേരെ നമ്മൾ ക്യൂൻ വാക്ക് വേയിലൊക്കെ പോയി. അപ്പോൾ അതാണ് നമുക്ക് വീഡിയോ ഇടുക. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ കോൺമെൻറ്റ് ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ടാം. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഹായ് ഗൈസ്, അപ്പോൾ ഇതായത് വന്നേക്കണം നമ്മൾ പോയിക്കൊണ്ടിരിക്കണേണ്. അവിടെ നല്ല ബ്ലോക്കായിരുന്നു. എറണാകുളമൊക്കെ ഹൈക്കോർട്ടൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിക്ക് ബ്ലോക്കായിരുന്നു. എങ്ങനെയൊക്കെയാണ് അവിടെ എത്തിയത്. ഇത് നമ്മുടെ പുതുവൈപ്പാണ്, പുതുവൈപ്പ് ബീച്ചാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ അധികം പരിപാടികളൊന്നും ഇല്ലല്ലോ ഇക്കൊല്ലം. എന്നാലും കാർണിവലിൻ്റെ റാലിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് 2-ാം തീയതി. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തു, നേരെ ഫോർട്ട് കൊച്ചി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലോങ് വീഡിയോ നാളെ വരണേന് 1-ാം തീയതി നമ്മൾ ലോങ് വീഡിയോ ഇടും ഫോർട്ട് കൊച്ചി പോയതൊക്കെ. അപ്പോൾ ഇത് ആദ്യം നമ്മളടുത്ത് ചെന്നപ്പോൾ തന്നെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ ഇപ്രാവശ്യം ഗെയിംസ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ നമുക്ക് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇതായി. പിന്നെ അവിടെ കുറച്ച് അത്യാവശ്യം കടകളൊക്കെ ഉണ്ടായിരുന്നു. അധികം നമ്മളുടെ ഫോർട്ട് കൊച്ചിയിൽ അത്രയും ക്രൗഡൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരുവിധം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഗെയിംസും പിന്നെ ബീച്ചിൻ്റെ അവിടേക്ക് ഇരുന്നു ഇതാക്കി കുറച്ച് ഗെയിമൊക്കെ മറ്റേ ഡാൻസിങ് കാരൊക്കെ ഉണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് കണ്ടു. ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഷോപ്സും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഫോർട്ട് കൊച്ചിക്ക് പകരം ഈ വൈപ്പിനിലൊക്കെ ഈ ബീച്ചിൽ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലമൊക്കെ ഇതേപോലെ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഇതുണ്ട് ഈ ഗ്ലാസ്സൊക്കെ എറിഞ്ഞിടണ ഗെയിമും അതിൻ്റെ അറ്റത്ത് കാണുന്നത് അവിടെ സ്റ്റീൽ ഗ്ലാസ് എറിഞ്ഞിടണമായിരുന്നു. പിന്നെ ബലൂൺ പൊട്ടിക്കണതും അല്ലാണ്ട് റിങ് എറിഞ്ഞതും അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, അത്യാവശ്യം കുറച്ച് നേരമൊക്കെ അതൊക്കെ കളിക്കണുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, ഓരോ ഇതിലായിട്ട് നമ്മൾ ബോളൊക്കെ ഇട്ടിട്ട് അതിനെന്തൊക്കെ ഇട്ടണം അത്. പിന്നെ കുട്ടികളുടെ കുറേ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഇത് അവരുടെ ട്രെയിൻ പോലത്തെ ഒരു സാധനമൊക്കെയാണ്. അങ്ങനെ അത്യാവശ്യം ഒരുവിധം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം. അപ്പോൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് വലുതായിട്ടൊന്നുമില്ല, എന്നാലും അടിപൊളിയായിട്ടുണ്ട്. ഒരുവിധം നല്ല നമുക്ക് കാണാൻ പറ്റിയ രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു. നമുക്കവിടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെ കുറേ ഗെയിമിങ് അടിപൊളിയൊക്കെ ഉണ്ടായിരുന്നു. ഫ്രെയിമൊക്കെ ചെയ്യണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ക്യൂൻ വാക്ക് വേയിലോട്ടാണ്, എറണാകുളം. അവിടെയൊക്കെ കണ്ടു. അവിടെ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ ബീച്ചിൽ പോയപ്പോൾ കഴിച്ചതെന്ന് അധികമൊന്നും വീഡിയോ എടുത്തില്ല. ഐസ്ക്രീം മാത്രം എടുത്തോളൂ, വേറെ ഒന്നും എടുത്തില്ല. നമ്മൾ അവിടുന്ന് ബജിയും പോപ്കോണൊക്കെ വാങ്ങിയിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഇതാണ് എടുത്തത്. പിന്നെ അവിടെ നേരെ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ഐ ലവ് യു കൊച്ചിയിൽ വന്നത്. എന്നിട്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഇതുണ്ട് സമൂസ ചാട്ട് വാങ്ങി. പിന്നെ അതേപോലെ തന്നെ ഒരു ഇതൊക്കെ വാങ്ങിയായിരുന്നു, അവൽ മിൽക്കൊക്കെ. പിന്നെ വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. വീഡിയോ പോണേക്ക് നമ്മുടെ എറണാകുളം പാർക്ക് നല്ല അടിപൊളി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. അത്രയ്ക്ക് ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം നാളെ നമുക്ക് അടിപൊളി ഫോർട്ട് കൊച്ചിയിലെ വിശേഷങ്ങളാക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ക്ലിക്കാൻ മറക്കരുത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫോർട്ട് കൊച്ചി പോയ വീഡിയോ നാളെ വരുന്നുണ്ട് 1-ാം തീയതി. അപ്പോൾ എല്ലാവരും അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് നാളെ ആ വീഡിയോ ഇട്ട് തരാം. അതുവരേക്കും ബൈ.